അപ്പോൾ നമ്മൾ ചാവക്കാട് വട്ടേക്കാട് ചന്ദനക്കുടത്തിൻ്റെ നേർച്ചയോടെ എത്തി കേട്ടോ. മരിയുണ്ട്, ഫൈസുണ്ട്, പിന്നെ നമ്മുടെ തങ്കും ഉണ്ട് കേട്ടോ, മീനാക്ഷി ഉണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ തങ്കമ്മേനെ വണ്ടിയിൽ നിന്ന് ഇറക്കി. തങ്കമ്മയാണെങ്കിൽ പയ്യെ വരത്തുള്ളൂ. പിന്നെ ഇട്ടിരിക്കുന്ന ഉടുപ്പ് പൊക്കി പിടിച്ചുകൊണ്ട് പയ്യെ വരാൻ കണ്ടോ വരണം നോക്കി ആള്. അങ്ങനെ ഞങ്ങളത് പള്ളിയുടെ അടുത്ത് എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വരുന്നതൊക്കെ. അപ്പോൾ അവിടെ ചെന്നു, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മുടെ നേർച്ച ഉണ്ടായിരുന്നു, നേർച്ച കഴിഞ്ഞു. പിന്നെ വയസ്സ് വന്നു, വയസ്സിനെ അറിയാവുന്ന കുറേ പേരുണ്ടായിരുന്നു. അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ സമയം പോയി. അതിനുശേഷം പള്ളിയെടുത്ത് പിന്നെ നമ്മൾ വകയായിട്ട് നേർച്ച ചെയ്യേണ്ടതെന്ന് നേർച്ച കൊടുത്തു. അതിനുശേഷം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നമ്മൾ കുലുക്കി സർബത്തൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അവിടെ ചെന്ന് ഞാനൊരു മിൽക്ക് സർബത്തൊക്കെ പറഞ്ഞു. അവിടെ സോഡ സർബത്തൊക്കെ കുടിച്ച് മരിയൊക്കെ കുടിച്ചു, സന്തോഷമായിരുന്നു. പിന്നെ തങ്കമ്മയാണെങ്കിൽ ഓരോ കളി തമാശയൊക്കെ പറയലാണ്. ആൾ ഭയങ്കര ആക്റ്റീവാണ്. ആളങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാത്തതാണ്, പിന്നെ പെട്ടെന്ന് ആക്റ്റീവാണ്. പിന്നെ ഒരു സോഡ നാലും മേടിച്ച് കൊടുത്തപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല, അത് വേണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അപ്പോഴേക്കും അവിടെ ബലൂൺ വിൽക്കുന്ന ആൾ വന്നപ്പോൾ ബലൂണൊക്കെ മേടിച്ച് കളിച്ച് കൊച്ചു പിള്ളേരെ പോലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നേ.